ബഹുമാന്യരായ മാതാപിതാക്കളും പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരല്പസമയം മാത്രം നിങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് ബൈബിളിലെ ചില വാക്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ എവിടെ ചെന്നാലും അവിടെയൊക്കെയും ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവൻ എന്ന് പറഞ്ഞു. കാരണം ഇന്ന് ലോകത്ത് പല രാജ്യങ്ങളും യാതൊരു സമാധാനവുമില്ലാതെ വളരെയേറെ കഷ്ടതകളിൽ കൂടി അവിടുത്തെ ജനങ്ങൾ ജീവിതം നയിക്കുകയാണ് എന്ന് നാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. അപ്രകാരമുള്ള സാഹചര്യങ്ങളെയല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് എല്ലാവരും പരസ്പര സ്നേഹത്തോടെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുകയും നിന്റെ സഹോദരനെ നീ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുകയും, അങ്ങനെയാണ് യേശു പറഞ്ഞത്. എന്നാൽ ഇന്ന് ലോകത്തേക്ക് നാം നോക്കുമ്പോൾ എന്തിനൊക്കെയോ വേണ്ടി നിരപരാധികളായ മനുഷ്യരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഇതൊക്കെയും മനുഷ്യന് മാനസാന്തരമില്ലാത്ത അവസ്ഥയിൽ കൂടി ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതിന്റെ തെളിവാണ്. ഭരണാധികാരികൾക്കൊക്കെയും മാനസാന്തരം കൊടുക്കണം എന്ന് ദൈവത്തോട് അപേക്ഷിക്കേണ്ടതുണ്ട്. കാരണം മനുഷ്യന് കഴിയാത്തത് ദൈവത്തിന് കഴിയും എന്നുള്ളതാണ് അതിന്റെ ഉറപ്പ്. ആരും പറഞ്ഞാൽ അനുസരിക്കാത്ത അവസ്ഥയിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ആയതിനാൽ പ്രിയമുള്ളവരെ, മാനസാന്തരം മനുഷ്യനെപ്പോഴും വലിയ അനുഗ്രഹവും അവന്റെ ജീവിതത്തിൽ പൂർണ്ണമായ സ്വാതന്ത്ര്യവും നൽകുന്നതാണ്. അതാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ്. ഇപ്പോൾ ദൈവാത്മാവ് വസിക്കുന്ന ഒരു വ്യക്തി മറ്റൊന്നിനും ഉപദ്രവം വരാതെ വണ്ണമായിരിക്കും അവരുടെ ജീവിതയാത്ര. എല്ലാവരും അങ്ങനെ ആയിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 35-ാമത്തെ വാക്യം പറയുന്ന, അതിന് യേശു അവരോട്, ഇനി കുറെ കാലം മാത്രം വെളിച്ചം നിങ്ങളോട് കൂടെ ഇരിക്കും. ഇരുൾ നിങ്ങളെ പിടിക്കാതിരിപ്പാൻ നിങ്ങൾക്ക് വെളിച്ചം ഉള്ളിടത്തോളം നടന്ന് കൊൾവിൻ. ഇരുളിൽ നടക്കുന്നവൻ താൻ അവിടെ പോകുന്നു എന്നറിയുന്നില്ലയോ എന്ന് യേശു ചോദിച്ചു. ദൈവത്തിന്റെ വെളിച്ചത്തിൽ നടക്കുന്ന മനുഷ്യൻ സകലതും മനസ്സിലാക്കുവാനും അറിയുവാനും തെറ്റ് ശരി ഏതാണെന്ന് തിരിച്ചറിയുവാനുള്ള കാഴ്ചപ്പാടവനുണ്ടാകും. അതിനാണ് യേശു പറഞ്ഞത്, ഇനി കുറച്ചു കാലം കൂടി മാത്രമേ വെളിച്ചം നിങ്ങളോട് കൂടെ ഇരിക്കുകയുള്ളൂ എന്ന്. അപ്പോൾ ആ വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ നാമും പ്രകാശിപ്പിക്കണം. അപ്രകാരം നാം പ്രവർത്തിക്കുമ്പോഴാണ് നമ്മളിൽ കൂടി മറ്റുള്ളവർക്കും മാനസാന്തരം എന്താണ് എന്ന് അനുഭവിക്കുവാൻ കഴിയും. ഇരുളിൽ നടക്കുന്നവർ അപ്രകാരമല്ല. അവർക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നില്ല അവരെവിടേക്ക് പോകുന്നു, എന്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളതൊക്കെ. അപ്പോൾ അത് തിരിച്ചറിയണമെങ്കിൽ വെളിച്ചം വേണം. വെളിച്ചം ദൈവം തന്നെയാണ്. ഞാൻ ജീവന്റെ വെളിച്ചമാകുന്നു എന്ന് യേശു ജനത്തോട് വിളിച്ചു പറഞ്ഞു.
അപ്പോൾ ആ ജീവന്റെ വെളിച്ചം നമ്മളിൽ വസിക്കണമെങ്കിൽ ആ വെളിച്ചത്തെ നാം സ്വീകരിക്കണം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം പറയുന്നത്, കണ്ണ് കേടുള്ളതെങ്കിലോ നിന്റെ ശരീരം മുഴുവൻ ഇരുണ്ടതായിരിക്കും, എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ട് എത്ര വലിയത്. നമ്മളിൽ ദൈവത്തിന്റെ വെളിച്ചം പ്രകാശിപ്പിക്കുന്നില്ല എങ്കിൽ തീർച്ചയായും നമ്മൾ ഇരുട്ടിൽ കൂടി യാത്ര ചെയ്യുന്നവരും ഇരുട്ടിന്റെ പ്രവൃത്തിക്കാരും ആയി മാറും. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് അങ്ങനെയല്ല. ഇരുട്ടിൽ കൂടി മനുഷ്യൻ യാത്ര ചെയ്യുവാൻ പാടില്ല എന്നും അപ്രകാരമുള്ള മനുഷ്യന്റെ യാത്ര അവനവനെ തന്നെ നശിപ്പിക്കുകയാണ് എന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതാണ് നമ്മുടെ കണ്ണ് കേടുള്ളതാണെങ്കിൽ നമ്മുടെ ശരീരം നമുക്ക് എപ്രകാരമാണ് കാണുവാൻ കഴിയുന്നത്? നമുക്ക് കാണുവാൻ കഴിയുകയില്ല. അതുപോലെ തന്നെയാണ് നാം നമ്മുടെ ശരീരത്തെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെ ഉള്ള മനുഷ്യൻ അവന്റെ ശരീരം കാണാതെ ഇരിക്കുമ്പോൾ അവന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 11:34 പറയുന്നു, ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ ശരീരം മുഴുവനും പ്രകാശിതമായി ഇരിക്കും, ദോഷമുള്ളതെങ്കിലോ ശരീരവും ദോഷമുള്ളത് തന്നെ എന്ന് ഇവിടെ പറയുക. അപ്പൊ ദോഷമുള്ള കണ്ണും ദോഷമുള്ള ശരീരവും ദോഷമുള്ള മനസ്സും ഒന്നും മനുഷ്യന് പാടില്ല എന്ന് ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുകയാണ്. എല്ലാം നല്ലതായിരിക്കണം, എല്ലാം മറ്റുള്ളവർക്ക് ഒരു നല്ല മാതൃകയായിരിക്കണം. അങ്ങനെയാകുമ്പോഴാണ് ദൈവം നമ്മളിൽ വസിക്കുന്നതും നമ്മളിൽ കൂടി ദൈവത്തിന്റെ പ്രവൃത്തി ലോകത്ത് നടക്കുന്നതും. അപ്പോഴാണ് പ്രിയമുള്ളവരെ യേശുവിന്റെ സ്നേഹം എത്ര വലിയതാണ് എന്ന് ഈ ലോകം തിരിച്ചറിയുന്നത്. യോഹന്നാൻ 8:12 പറയുന്നു, യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവൻ ആകും എന്ന് പറഞ്ഞു. യേശുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിയും ഒരിക്കലും ഇരുളിൽ കൂടി നടക്കുകയില്ല. അവരുടെ തലമുറയും അപ്രകാരം ആകുകയില്ല. അവരൊക്കെ വെളിച്ചത്തിൽ കൂടി നടക്കുകയും വെളിച്ചം നൽകുന്ന ആ സന്തോഷമായ യാഥാർത്ഥ്യം തിരിച്ചറിവ് അതെല്ലാം അവരെ ഭാവി സുന്ദരമാക്കുകയും ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. കാരണം ഒരുക്കിയ വെളിച്ചത്തിൽ കൂടിയാണ് അവർ ജീവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇന്ന് ലോകത്ത് യുവതലമുറകൾ നശിച്ചു പോകുവാൻ തക്കവണ്ണം എന്തെല്ലാമാണ് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. അവരെ ആകർഷിക്കുവാനും അവരതിൽപ്പെട്ട് എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകുവാനും ഉള്ളത് മാത്രമാണെന്ന് ലോകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിൽ നിന്നൊക്കെയും അവരെ രക്ഷിക്കണമെങ്കിൽ, അവരെ ഒരു നല്ല വഴിയിൽ കൂടി നടത്തണമെങ്കിൽ തീർച്ചയായും വെളിച്ചമാകുന്ന യേശു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നതെങ്കിൽ ആ വെളിച്ചത്തിൽ കൂടി നമ്മൾ മാത്രമല്ല നമ്മുടെ തലമുറകളും യാത്ര ചെയ്യും, ജീവിക്കും. അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും. യെശയ്യാപ്രവചനം 9-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം പറയുന്നത്, ഇരുട്ടിൽ നടക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു, അന്ധതമസ്സുള്ള ദേശത്ത് പാർത്തിരുന്നവരുടെ മേൽ പ്രകാശം ശോഭിച്ചു എന്ന് പഴയ നിയമത്തിലെ പ്രധാനിയായ പ്രവാചകൻ യെശയ്യാവ് പറയുകയാണ്. കാരണം ദൈവത്തെ അറിയാത്ത, ദൈവത്തിൽ വിശ്വസിക്കാത്ത, ദൈവത്തെ ഭയപ്പെടാത്ത, ദൈവകൽപ്പനകൾക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത ജനത്തെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോഡോമും ഗൊമോറയും ദൈവം നശിപ്പിക്കാൻ നേരത്ത് തന്റെ ഭക്തനായ അബ്രഹാമിനോട് ദൈവം ചോദിച്ചു, ഈ രണ്ട് പട്ടണങ്ങളിലും
ഒരു മനുഷ്യനെങ്കിലും നീതിമാനായിട്ടുണ്ടെങ്കിൽ ഞാൻ ആ പട്ടണത്തെ നശിപ്പിക്കുകയില്ല എന്ന് ദൈവം സത്യനായ അബ്രഹാമിനോട് പറഞ്ഞ അബ്രഹാം പോയി അന്വേഷിച്ചു. അവിടെ ഒരു മനുഷ്യനെ പോലും നീതിമാനായി കാണുവാൻ കഴിഞ്ഞില്ല. ആ രണ്ട് പട്ടണങ്ങളെയും ദൈവം തീയാൽ നശിപ്പിച്ചു കളഞ്ഞു എന്ന് തിരുവെഴുത്ത് ബോധ്യപ്പെടുത്തുന്നുണ്ട്. ആയതിനാൽ പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതം ക്ഷണികമാണ്. ഒരല്പസമയം മാത്രമേ ഉള്ളൂ. അത് ശമൂവേൽ പ്രവാചകൻ പറയുന്നുണ്ട്. ശമൂവേൽ പ്രവാചകൻ വെള്ളം നിലത്തൊഴിച്ച വെള്ളം തിരിച്ചെടുക്കുവാൻ ആർക്കും കഴിയുകയില്ല. ഇത് മനുഷ്യന്റെ ജീവിതവും മനുഷ്യന്റെ ആത്മാവും അവന്റെ ആയുസിനെ പറ്റിയും ഇവിടെ പറയുകയാണ്. ഒരു മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്നത് നിലത്തൊഴിച്ച വെള്ളം പോലെയാണ്. അവന്റെ ജീവൻ അവനിൽ നിന്ന് വിട്ടുപോയാൽ അത് വീണ്ടും തിരിച്ചെടുക്കുവാൻ ആർക്കും കഴിയുകയില്ല എന്നുള്ളത് തന്നെയുമല്ല, മനുഷ്യൻ ക്ഷണികനാണ് എന്നുള്ളതും ഇവിടെ കാണുവാൻ കഴിയും. യെശയ്യാവ് 8:22 അവർ ഭൂമിയിൽ നോക്കുമ്പോൾ കഷ്ടതയും അന്ധകാരവും സങ്കടമുള്ള തിമിരവും കാണും, കൂരിരുട്ടിലേക്ക് അവരെ തള്ളിക്കളയും എന്ന് ഇവിടെ ദൈവം പ്രവാചകനിലൂടെ വിളിച്ചു പറയുകയാണ്. ആയതിനാൽ ഏറിയാൽ 70 അല്ലെങ്കിൽ 80 എന്ന ഈ ചെറിയ കാലഘട്ടം മാനവരാശിയുടെ മുഴുവൻ ആത്മാവിന്റെയും രക്ഷയ്ക്ക് വേണ്ടി കാൽവരിയിൽ രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ ക്രൂശിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്കൊരു നിത്യതയുണ്ട്. ആ നിത്യതയിൽ പ്രവേശിക്കുവാൻ യേശു ക്രിസ്തു മുഖാന്തരമല്ലാതെ, ക്രിസ്തുവിൽ കൂടെയല്ലാതെ കഴിയുകയില്ല എന്ന് തിരുവെഴുത്ത് ബോധ്യപ്പെടുത്തുന്നു. ആയതിനാൽ തിരുവചനം കേട്ട എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തു ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഇപ്പോഴിവിടെ അവസാനിപ്പിക്കും.